+1 സീറ്റ് പ്രതിസന്ധി മുതലെടുത്ത് മലബാറിൽ വ്യാപക സീറ്റ് കച്ചവടം. വൻതോതിൽ കോഴ വാങ്ങിയാണ് മാനേജ്മെന്റുകളുടെ സീറ്റ് വിൽപ്പന. ഒരു സീറ്റിന് 30,000 രൂപ മുതൽ 1,50,000 വരെയാണ് നൽകേണ്ടത്. +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന മലബാറിലെ ജില്ലകളിലാണ് സീറ്റ് കച്ചവടം വ്യാപകമാവുന്നത്. ആദ്യ അലോട്ട്മെന്റ് പൂർത്തിയാകും മുമ്പ് തന്നെ പല സ്കൂളുകളിലും മുഴുവൻ സീറ്റുകളും വില പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. ഹലോ സാറേ, ഞാൻ ഏട്ടന്റെ മോനൊരു അഡ്മിഷന് വേണ്ടിട്ടായിരുന്നേ. നമുക്ക് നോക്കണം. എന്താ വെച്ചാല് ഒരുപാട് ആള് പറഞ്ഞിട്ടുണ്ട്. അതെയോ? മാനേജ്മെന്റ് സീറ്റില്. അപ്പൊ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും നമ്മള് വേണമെങ്കിൽ നോട്ടിടാം. അലോട്ട്മെന്റ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. സീറ്റ് കച്ചവടം ഉറപ്പിക്കാൻ മാനേജ്മെന്റുകൾക്ക് ഇടനിലക്കാരുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് സീറ്റ് ആവശ്യമുണ്ടെന്ന വ്യാജേന മാനേജ്മെന്റ് പ്രതിനിധിയെ സമീപിച്ചപ്പോൾ റിപ്പോർട്ടർ സംഘത്തോട് ആവശ്യപ്പെട്ടത് 30,000 രൂപ. അതും ബുക്ക് ചെയ്ത ആർക്കെങ്കിലും അലോട്ട്മെന്റിൽ മെറിറ്റിൽ അവസരം ലഭിച്ച് സീറ്റ് ഒഴിവ് വന്നാൽ മാത്രം. ഈ അലോട്ട്മെന്റ് കഴിഞ്ഞാല് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാല് കുറച്ചൊരു ധാരണ കിട്ടും. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞിട്ടേ ഉള്ളൂ മാനേജ്മെന്റ് അഡ്മിഷൻ ഒക്കെ നടത്തുക. നമുക്ക് ഏകദേശം എത്ര എമൗണ്ട് വരിക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടോ? 30 രൂപ അല്ലെ? ഏട്ടനോടൊന്ന് സംസാരിക്കാനാണ്. മൂപ്പര് ഗൾഫിലാണ്. 30,000 രൂപ മുതൽ 1,50,000 രൂപ വരെ വില പറഞ്ഞുറപ്പിച്ചാണ് പല സ്കൂളുകളിലും സീറ്റ് വിൽപ്പന. വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ അറിഞ്ഞ മട്ടുപോലുമില്ല. മലപ്പുറം ജില്ലയിലടക്കം അതിരൂക്ഷമായി തുടരുന്ന സീറ്റ് പ്രതിസന്ധി തന്നെയാണ് 10,000 കൊടുത്തും സീറ്റുകൾ വിലയ്ക്ക് വാങ്ങാൻ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും നിർബന്ധിതരാക്കുന്നത്. അഥവാ യഥാർത്ഥത്തിൽ ഈ സീറ്റ് കച്ചവടത്തിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ്. 10,000 കൊടുത്ത് സീറ്റുകൾ വാങ്ങാൻ സാമ്പത്തികമായ ശേഷിയില്ലാത്തവൻ എങ്ങനെ പഠിക്കുമെന്ന ചോദ്യത്തിനും ഉത്തരം പറയേണ്ടത് ഭരണകൂടം തന്നെ. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തോവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.